രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറും കസ്റ്റഡിയിൽ. പാലക്കാട് MLA ഓഫീസിലെ 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. 2 പേരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതായി സൂചന. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേർന്നു. സാജിദ്, ഇപ്പോൾ ആരൊക്കെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? രാഹുൽ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇവരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ? അനീഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട 2 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായ ഡ്രൈവറെയും ഇടുക്കി തൊടുപുഴ സ്വദേശിയായ ഈ പേഴ്സണൽ സ്റ്റാഫിനെയും വീഡിയോഗ്രാഫറെയുമാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവർ 2 പേരുമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രക്ഷപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഈ പോളോ കാർ ഓടിക്കുകയും ചെയ്തിരുന്നു. നടിയുടെ ചുവന്ന പോളോ കാർ ഓടിക്കുകയും ചെയ്തിരുന്നു. ഈ വ്യക്തിയാണ് തിരികെ പാലക്കാട്ടേക്ക് ഈ വാഹനം രാഹുലിനെ വഴിയിൽ ഇറക്കി കൊണ്ടുപോയത്. അതായത് രാഹുൽ ഇവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഈ കൂടെ ഈ പകുതി വഴി, അതായത് കേരളം പിന്നിടുന്നത് വരെ ഈ 2 പേരും ഉണ്ടായിരുന്നു. ഇവരിൽ നിന്ന് കൂടുതൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നേരത്തെ നടന്നിരുന്നു. കൂടുതൽ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SIT സംഘം എന്തായാലും ഇവരെ കൊണ്ടുപോവുകയാണ് എന്ന് പാലക്കാട് ഈ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇവരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. രാഹുൽ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്, രാഹുൽ എവിടെയാണ് നിലവിലുള്ളത് എന്ന വിവരം, രാഹുൽ ഈ ഫോണിൽ ആരൊക്കെ ബന്ധപ്പെടുന്നു, രാഹുലിനെ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. 2 പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വ്യക്തികളാണ്. സാജിദ്, ഇവരെ ആരെങ്കിലും രാഹുൽ ഒളിവിൽ പോയതിനു ശേഷം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രാഹുൽ ഒളിവിൽ പോയതിനു ശേഷം ആരുമായി ഈ ആശയവിനിമയം ഇല്ല എന്നുള്ളതാണ് അവരെ സ്റ്റാഫുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്നാൽ അഭിഭാഷകനുമായി ഈ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുലിന്റെ ഔദ്യോഗിക ഫോണും ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ ആരുടെയോ കയ്യിലാണ് ഉള്ളത്. നേരത്തെ നമ്മൾ അതിലേക്ക് വിളിക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ കുറെ സമയം അത് ബിസി എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ നമ്മുടെ നമ്പർ ഉൾപ്പെടെ സേവ് ചെയ്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു പ്രതികരണത്തിനും ആ ഫോണിൽ നിന്ന് ലഭ്യമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് എന്ന് കൃത്യമായി ആ ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി SITക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ രാഹുൽ ആയിരിക്കാനുള്ളൊരു സാധ്യതയില്ല. ഇന്നലെ രാത്രിയിൽ ഈ രാഹുൽ ഉള്ള ഈ കർണാടകയിലെ സുള്യ ഭാഗത്ത് ഈ സംഘം എത്തിയിരുന്നു. പക്ഷേ അവരെ കണ്ണുവെട്ടിച്ച് രാഹുൽ മറ്റൊരിടത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും രാഹുലിനായി തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാജിദ്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കാനാണോ സാധ്യത, അല്ലെങ്കിൽ രാഹുലിന്റെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷയോടുകൂടി തന്നെയാണോ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? ഇപ്പോൾ അതിനുശേഷം മാത്രമാണോ മറ്റു നടപടിയിലേക്ക് കടക്കുക? ഈ പേഴ്സണൽ സ്റ്റാഫുകളെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം അവരിൽ നിന്ന് വിവരങ്ങൾ, രാഹുൽ എവിടെയുണ്ട്, രാഹുൽ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന വിവരങ്ങൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് ഉണ്ടാവുക. ഈ 2 പേരും, ഒരാൾ ഡ്രൈവറാണ്. സ്വാഭാവികമായും ഡ്രൈവർ എന്ന നിലയ്ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടാണ് പോകാൻ പറയുക, അങ്ങോട്ട് ഈ വാഹനം ഓടിച്ച് എത്തുക എന്നുള്ളതാണ് ഡ്രൈവറുടെ ജോലി. പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഈ വീഡിയോ ഫോട്ടോ എടുക്കുന്ന വ്യക്തിയാണ്. അവരും രാഹുലിനൊപ്പം സ്ഥിരമായി സഞ്ചരിക്കുന്നതാണ്. ഈ രാഹുൽ ഒളിവിൽ പോവുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കണ്ടെത്തിയാലായിരിക്കും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാവുക. നിലവിൽ എന്തായാലും ഈ ആളുകളിൽ നിന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായുകയും മറ്റാരുടെയൊക്കെ സഹായം, അതായത് ഈ കാറിൽ ഫ്ലാറ്റിൽ ആദ്യം എത്തുന്നു, അവിടുന്ന് പോളോ കാറിൽ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയെന്ന വിവരമുണ്ട്. അയാൾക്ക് ഇതിൽ എന്തെല്ലാമാണ് പങ്ക്, ഈ മറ്റാരെങ്കിലും ഈ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടോ, ഈ വഴിയിൽ മറ്റാരെങ്കിലും ഇറങ്ങി ഏതെങ്കിലും വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ഇറങ്ങി ആരെയെങ്കിലും കണ്ടോ, ഇത്തരം വിവരങ്ങൾ വിശദമായി അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 2 പേരെയും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരുടെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. ഏതായാലും 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്നും രാഹുലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം.